ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നല്ല മഴയനും കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കുമ്പോഴാണ് നമ്മൾ വീട്ടിൻ്റെ വളപ്പിലുള്ള മുരിങ്ങേൻ്റെ നല്ല അടിപൊളി കായ നമ്മൾ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ വിരിച്ചിന് വേറെ പണിയൊന്നുമില്ലല്ലോ, എന്നാൽ പിന്നെ അതിങ്ങ് പറിച്ചെടുത്തിട്ട് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാമെന്ന്. നമ്മളെ കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത കേട്ടോ. അധിക വീട്ടിൻ്റെ മുറ്റത്ത് ഇതുപോലെ മുരിങ്ങ വീട്ടിൻ്റെ മുറ്റത്ത് ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മുടെ അടുക്കില്ലെങ്കിൽ ചിലപ്പം ആലക്കാർ വീട്ടിലായാലും ഉണ്ടാവും അല്ലേ, ശരിയല്ലേ? ഇപ്പം നമ്മുടെയൊക്കെ വിളവെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 2-3 പീസ് എടുത്തിട്ട് അവർക്ക് വെക്കും, നിങ്ങൾ കറി വെച്ചോ എന്ന് പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ അവരടുക്കി ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഇങ്ങോട്ടേക്ക് തരും, എന്നാൽ നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും ഇതിനെ കൊണ്ട് അയക്കുമെന്ന്. സത്യമല്ലേ അത്? അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മുരിങ്ങ നല്ലോണം വൃത്തിയാക്കണം. ആദ്യം കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുരണ്ടി എടുത്തിട്ട് പിന്നെ ഇതുപോലെ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട്, ഫുള്ള് കട്ട് ചെയ്യണ്ട, ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടർത്തി എടുക്കണം. എന്നിട്ട് അതിൻ്റെ തൊലി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ സംഭവം ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇതുപോലെ നടുവ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വെക്കുക. ഇങ്ങനെ 2 കഷ്ണമാക്കി കഴിഞ്ഞാലാണ് എല്ലാവർക്കും മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റോടെ നമുക്ക് തിന്നാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള മസാല കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാലോ, ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ലോകത്തിലെ തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയുടെ ഇലയും മുരിങ്ങയുടെ കായും, ഇത് രണ്ടും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതുപോലെ വീട്ടിൽ ഇല്ലെങ്കിൽ, മുരിങ്ങ ഇല്ലെങ്കിൽ ഓരോ മുരിങ്ങ മരങ്ങളും വെച്ച് പിടിപ്പിക്കണം. ഇത്രയും പോഷക സമ്പന്നമായ നമ്മൾ ആഹാരം വെറുതെ വിട്ട് കളയണ്ടല്ലോ. അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ മസാല ചേർക്കലാണ്. നമ്മൾ മുരിങ്ങാൻ്റെ അകത്തേക്ക് കുറച്ച് ഉള്ളി, പിന്നെ നമ്മളെ എന്താ പറയേണ്ടത്, നമ്മുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും, പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയും വേണം. അപ്പോൾ അതിന് നമ്മൾ തേങ്ങയൊക്കെ ഇങ്ങനെ ചിരകുന്നുണ്ട്. തേങ്ങേൻ്റെ വീട് ഞാൻ പല ആംഗിളിൽ നിർത്തിയാണ് കേട്ടോ. അങ്ങനെ തേങ്ങയായിട്ടുള്ള മൽപ്പിടുത്തം കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഇറങ്ങുന്നത് വെളുത്തുള്ളി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. വെളുത്തുള്ളി എടുത്ത് അല്ലി ഓരോന്നായി പൊട്ടിച്ചെടുത്തിട്ട് അതിങ്ങനെ നമ്മളെ ഈ ഒലക്കൊക്കെ ഇട്ട് അടിക്കുന്ന പോലെ നമ്മളെ ചതക്കുന്ന സാധനമുണ്ട്, അതിനെക്കൊണ്ട് ഇങ്ങനെ അറഞ്ചം പുറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നേരെ വെളിച്ചെണ്ണ അങ്ങോട്ടേക്ക് ഒഴിച്ച് എന്നിട്ട് നമ്മൾ കടുക് ഇടുമ്പോൾ അതിനകത്ത് തീയും പുകയൊക്കെ വരുന്ന പോലെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത്. ആകെ ഒരു പേടി ഉണ്ടേനും കേട്ടോ, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ മാനേജ് ചെയ്തു. എന്നിട്ട് നേരെ നമ്മൾ റെഡിയാക്കി വെച്ച് ഫസ്റ്റ് നമ്മളിടുന്നത് നമ്മളെ വെളുത്തുള്ളി, പിന്നെ നമ്മളെ ഫ്രഷ് കറിവേപ്പില. അങ്ങനെ നമ്മളെല്ലാം കൂടി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. എന്നാലും നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നും വേണ്ട. പ്രത്യേകിച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കടുകും കൂടിയിട്ട് മിക്സാക്കുമ്പോൾ ഒരു പ്രത്യേകതര സ്മെല്ല് വരാനുണ്ട്. എൻ്റെ സാറേ, പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മളെ നേരത്തെ മുരിങ്ങയും മറ്റേ തേങ്ങയും എല്ലാം കൂടി ഒരു മിശ്രിതം ഉണ്ടല്ലോ, അത് നമ്മളിതാ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്ന പ്രശ്നം വെച്ചാൽ വേവില്ല. മുരിങ്ങക്കായി വെന്തിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കത്ര ഇഷ്ടമല്ല. നിങ്ങൾക്കോ? ഇനി ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടച്ച് ഇനി ചട്ടി നല്ലോണം ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ആ തിള കണ്ടാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന്. ഈ മുരിങ്ങക്കായി എന്ന് വെച്ചാൽ നല്ല രസം ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട്. നല്ല ചിക്കൻ്റെ കാല് പിടിച്ച് വലിക്കുന്ന പോലെ ഒരു പീസിങ് എടുക്കുക, ഒരു വലി അല്ലേ, അതൊരു പ്രത്യേക ഫീലാണ്. അങ്ങനെ സഹൃദയരെ, നമ്മളിതാ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരെ നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്ന തേങ്ങ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് ഒരു ഇളക്കലങ്ങ് ഇളക്കി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ഇളക്കിയാൽ മതി, നമ്മൾ സംഭവം റെഡിയാണ്. ഇനി ഇതുപോലത്തെ ഫാമിംഗ് വീഡിയോസ്, കുക്കിംഗ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.